ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹോണർ 9 ലൈറ്റ് എന്ന് പറയുന്ന ഒരു നല്ല ഫോണിൻ്റെ ഒരു നല്ല അപ്ഡേഷനായ ഹോണർ 10 ലൈറ്റിനെ കുറിച്ചാണ്. ഒരു അപ്ഡേഷൻ രീതിയിൽ മാത്രമല്ല, ആ പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ഫോണായിട്ട് മാറിയേക്കുന്ന ഒരു ഫോൺ കൂടിയാണ് ഹോണർ 10 ലൈറ്റ്. ആ ഫോണിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു പ്രതാപ്ജിടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, ഹോണർ 9 ലൈറ്റ് എന്ന ഫോണിനെ അപേക്ഷിച്ച് ഡിസൈനിലും പെർഫോമൻസിലും ക്യാമറയിലും ബാറ്ററിയിലും എല്ലാ മേഖലയിലും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് അപ്ഡേഷനാണ് ഹോണർ 10 ലൈറ്റ്. എന്ന് മാത്രമല്ല, പ്രൈസ് റേഞ്ചിലെ മറ്റെല്ലാ ഫോണുകളോടും നല്ല രീതിയിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ഫോണാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ തന്നെ നോക്കാം. 6.1 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോ, 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ തരുന്നു. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ട്. റീഡ് സൈഡ് ഗ്ലാസ് ഫിനിഷ്, ഒപ്പം തന്നെ ഗ്രേഡിയൻറ്റ് കളറും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ ഈ ഒരു ട്രെൻഡിയായ കാലഘട്ടത്തിലേക്ക് വിടുന്ന എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു നല്ല ഡിസൈൻ നമുക്ക് ഈ ഫോണിൽ കിട്ടും. അടുത്തായിട്ട് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മിപ്പിക്കലാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്കതൊരു നല്ല സപ്പോർട്ടും ആയിരിക്കും. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് 9 ലൈറ്റിനെ അപേക്ഷിച്ച് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം ഇവിടെ ഹോണറിൻ്റെ അല്ലെങ്കിൽ ഹുവാവയുടെ കിരിൻ 710 എന്ന ചിപ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ മറ്റെല്ലാ ഫോണുകളോടും ഗംഭീര കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന നല്ലൊരു പ്രൊസറാണിത് കിരിൻ 710. ഒപ്പം തന്നെ ഇതിൻ്റെ റാം വേരിയൻറ്റ് 4GB റാം, 64GB സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. മറ്റുള്ള വേരിയൻറ്റുകളുണ്ട്. 6GB റാം 64GB സ്റ്റോറേജും, അതുപോലെ തന്നെ 6GB റാം 128GB സ്റ്റോറേജും വരുന്നുണ്ട്. അതിനൊക്കെ പ്രൈസിലും വ്യത്യാസമുണ്ട്. ബേസ് വേരിയൻറ്റ് 4GB റാം 64GB സ്റ്റോറേജാണ്. ഒപ്പം തന്നെ ഇതിൽ GPU ടർബോ പോലുള്ള പുതിയ ടെക്നോളജിയുടെ 2.0 എന്ന് പറയുന്ന പുതിയ വെർഷനും വരുന്നു. അതുമാത്രമല്ല EMUI 9 ഫുൾ ഗസ്റ്റർ നാവിഗേഷനൊക്കെ ആയിട്ട് ആ പുതിയ അവരുടെ UI വെർഷനും വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വെർഷനായ ആൻഡ്രോയിഡ് 9 പൈയും വരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് മറ്റൊരു ഫോണിലും ഈ ഒരു സ്പെസിഫിക്കേഷൻ പറയാനില്ല. ഏറ്റവും ലേറ്റസ്റ്റായ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയിലാണ്, അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് എത്തും. ആ ഡേറ്റ് നമുക്ക് കൺഫേം അല്ല, എന്തായാലും എത്തട്ടെ. ഏറ്റവും പുതിയ ഫോൺ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വെർഷനുമായിട്ട് വരുന്നു. ഒപ്പം തന്നെ അവരുടെ UI വെർഷനും പുതിയതാണ്. മൊത്തത്തിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കിഡിലൻ സെറ്റപ്പാണ് ഈ പ്രൈസ് റേഞ്ചിൽ. അടുത്തായിട്ട് നമ്മൾ ക്യാമറയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 13+2 മെഗാപിക്സൽ റിയർ ക്യാമറയുണ്ട്. ഫ്രണ്ട് ക്യാമറ 24 മെഗാപിക്സൽ ഉണ്ട്. കുറച്ച് കൂടിയ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ. എന്തായാലും സ്പെസിഫിക്കേഷൻ സൈഡിൽ നല്ലൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മെയിൻ ക്യാമറ f1.8 ആപ്പിച്ചറിലാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് f2.0 ആപ്പിച്ചറിലാണ്. അതും നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. എന്തായാലും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് റിയൽ ലൈഫിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. 24 മെഗാപിക്സൽ ക്യാമറ എന്ന് പറയുന്നത് ആ പ്രൈസ് റേഞ്ചിലെ നല്ലൊരു ക്യാമറയാണ്. അടുത്തായിട്ട് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ഓർമ്മിപ്പിക്കൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും താഴെ ഷെയർ ബട്ടൺ ഉണ്ട്, അത് ഉപയോഗിച്ച് വാട്സപ്പ് വഴിയൊക്കെ ഗ്രൂപ്പുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം കൂടി നോക്കാം. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 3400 mAh ആണ്. ഇത് ഈ പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ഫോണുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്വല്പം കുറവാണെന്ന് കാണാം. എങ്കിലും 3400 mAh ഒരു ദിവസം സുഖമായിട്ട് കിട്ടാവുന്ന നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ്. ഒപ്പം തന്നെ ഹോണർ 9 ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അപ്ഡേഷനാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി ഉണ്ട്. ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. അതേപോലെ മൈക്രോ USB ആണ് വരുന്നത്. Type C ഇവിടെയും വരുന്നില്ല. അതൊക്കെ ഈ പ്രൈസിലെ മറ്റ് ഫോണുകൾക്കും ഓൾമോസ്റ്റ് ബാധകമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ മൈനസ് പോയിന്റ് ആയിട്ടൊന്നും നമുക്ക് പറയാനില്ല. നല്ലൊരു ബാറ്ററി 3400 mAh ഒരു നല്ല ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ ഈ ഫോണിനുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ ഒരു ഫോണിൻ്റെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഡൗട്ട് വരും. ഹോണർ 8Xമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ Realme 2 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ബോണ്ട് കമ്പയർ എന്നൊരു പേരിൽ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് കമ്പാരിസൺ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ചാനലിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആ ചാനലിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, അത് സ്പെസിഫിക്കേഷൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്. സൈഡ് ബൈ സൈഡായിട്ട് സ്പെസിഫിക്കേഷൻസ് ആദ്യത്തെ ഒരു സെക്ഷനിൽ കാണിക്കും. രണ്ടാമതായിട്ട് ഓരോ ഫോണും ഏതൊക്കെ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് കാണിക്കും. മൂന്നാമത്തെ സെക്ഷനിൽ അതിലേതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വിശദമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം 2-3 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൈനയിലെ പ്രൈസിംഗ് ആണ് നമുക്കറിയുന്നത്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 14,000 രൂപയുടെ അടുത്താണ് വരുന്നത്. ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും ഓൾമോസ്റ്റ് ഒരു 13,000-15,000 ഗ്യാപ്പിൽ തന്നെയായിരിക്കും അത് എത്തുക. അങ്ങനെയാണെങ്കിൽ Realme 2 Pro, Honor 8X, Redmi Note 6 Pro തുടങ്ങിയ ഫോണുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ആവുന്ന ഫോൺ തന്നെയാണ് ഹോണർ 10 ലൈറ്റ്. അപ്പോൾ ഹോണർ 10 ലൈറ്റ് എന്ന ഫോണിനെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാൻ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.